Okay friends, welcome to happybeadstv. സുഖമല്ലെല്ലാവർക്കും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണാം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും കിട്ടണില്ല എന്ന് പറയുന്നുണ്ട്, അപ്പോൾ എന്തായാലും അത് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആ ഒരു മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എൻ്റെ ഹെയർ നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് ഹെയറിനെ കെയർ ചെയ്തുകൊണ്ട് വരികയാണ്. ഇപ്പോൾ നന്നായിട്ട് പോയ മുടി കുറേശ്ശെ ഇത് അവിടെയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഹെയർ കെയർ വീഡിയോ ആണ്. 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ വീഡിയോസ്. മാത്രമല്ല ഹെയർ കുറച്ച് ഡ്രൈ ആയിരിക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റും. വളരെ സോഫ്റ്റ് ആയിട്ടും നല്ല സിൽക്കി ആയിട്ടുള്ള ഹെയർ നാച്ചുറലായിട്ട് തന്നെ നേടാനുള്ള ടിപ്പാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഓയിൽ, നമ്മൾ എന്ത് ഓയിലാണോ തലയിൽ വെക്കുന്നത് ആ ഓയിൽ എടുത്തിട്ട് ഒരല്പം മതി, ഒരു സ്പൂൺ മതി, അതെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് തേച്ച് മസാജ് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് മസാജ് കൊടുക്കുക. ഇതിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഡേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹെയർ ഫോൾ കുറയും. അതുപോലെ തന്നെ നല്ലോണം സിൽക്കി ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹെയറും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്, ഹെയർ നന്നായിട്ടൊന്ന് ഓയിൽ മസാജ് ചെയ്യുക. അതിന് ശേഷം നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം. അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ എന്ന് പറയുന്നത് നമ്മളുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 5 സ്പൂണാണ്. ഇപ്പോൾ ഒരുപാട് ഹെയർ ഉള്ളവർ അതിനനുസരിച്ച് വേണം ഉലുവ എടുക്കാൻ വേണ്ടിയിട്ട്. 5 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഒരു കോഴിമുട്ട ഫുള്ളായിട്ട് നമുക്ക് ചേർക്കാം. നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഗ് വൈറ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. മൊത്തം എടുക്കുമ്പോൾ ഹെയറിനൊരു സ്മെല്ലുണ്ടാവും. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്കാണ്. കോക്കനട്ട് മിൽക്കിൻ്റെ 1-ാം പാൽ, അതായത് നമ്മൾ തേങ്ങ പാല് പിഴിഞ്ഞിട്ട് അതിൻ്റെ 1-ാം പാല്, കട്ടിപ്പാലില്ലേ, അതാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നെക്സ്റ്റ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണം, ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ഹെയർ ആണ്, നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ലെമൺ എടുക്കുന്നുണ്ട്. 1/2 മുറി ലെമൺ, അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനിഗർ, അതായാലും മതി. അതാണ് ആപ്പിൾ സിഡർ വിനിഗർ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സ്പൂണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/2 ലെമൺ ഇതിലേക്ക് ചേർക്കാം. നെക്സ്റ്റ് നമുക്ക് ഓയിൽ എടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ അല്ല ബദാം ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയറിൽ ഏത് ഓയിലാണ് യൂസ് ചെയ്യണത് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കോക്കനട്ട് ഓയിൽ ആയാലും മതി. ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓയിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉലുവ എടുക്കുക. നന്നായിട്ട് കഴുകിയെടുത്ത ഉലുവയാണ്. ഈ ഉലുവയിലേക്ക് നമ്മൾ തേങ്ങാപ്പാലില്ലേ, കട്ടിപ്പാലില്ലേ, ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു വയ്ക്കുക. സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു വയ്ക്കാൻ പോണത്. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ മീതെ നിൽക്കണം, ഉലുവയുടെ മീതെ നമ്മുടെ തേങ്ങാപ്പാൽ നിൽക്കണം. അതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു 3 മണിക്കൂർ നമ്മളിങ്ങനെ വെളിയിൽ എടുത്ത് വയ്ക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, വെളിയിൽ എടുത്ത് വയ്ക്കുക. 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഉലുവ അതുപോലെ വലുതാവും. അതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇതും അതിൻ്റെ കൂടെ എഗ് വൈറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഫുള്ളാണ് ചേർക്കണേ. അപ്പോൾ എഗ് വൈറ്റ് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതുപോലെ കിട്ടും. ഒട്ടും തരിയില്ലാണ്ട് നമ്മൾ അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ലെമൺ അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനിഗർ ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ സ്കാൽപ്പിൻ്റെ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നന്നായിട്ട് താരം പോകും കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 വലിയ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഇതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നോർമൽ ഹെയർ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. നമ്മുടെ സ്കാൽപ്പിൽ എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നോർമൽ ഞാൻ ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ചൂടാക്കുന്നത് കേട്ടോ. ഈ രക്തം വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്രഷർ കൊടുത്തിട്ട് മസാജ് ചെയ്യുക. അതുപോലെ നഖം കൊള്ളാണ്ട് നമ്മൾ നോക്കിയാൽ മതി. നന്നായിട്ടൊരു 10 മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്യുക. ഓയിലിന് ചെറിയ ചൂടുണ്ടാവണം കേട്ടോ.
10 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് നമ്മുടെ ഹെയറിലെ സെക്ഷനായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിലാണ് കേട്ടോ മെയിൻ, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്കാൽപ്പിലാണ്. സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. സ്കാൽപ്പിൽ ഫുള്ള് കവർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫുള്ള് ഹെയറിലും നമ്മളിത് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഡാൻഡ്രഫും പോവും, നന്നായിട്ട് ഹെയർ സ്ട്രോങ് ആയിട്ട് വളരാനത് സഹായിക്കും. അതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് വാട്ടറിൽ വാഷ് ചെയ്യാം. കുളിമുറിയിൽ നമ്മൾ നിൽക്കാണ്ട് പുറത്തൊക്കെ പോയി വാഷ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട്, അതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ അകത്തൊക്കെ ആവും നമ്മളുടെ ബാത്റൂമിലൊക്കെ. അതിന് ശേഷം ഞാനിവിടെ ഒരു ഡ്രയർ ഉപയോഗിച്ചിട്ടാണ് ഉണക്കിയിരിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് ഉണക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതുമയാർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.